ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് കെട്ടിടങ്ങളുടെ ആവാസയോഗ്യതാ പരിശോധനകൾക്കായി 4 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. ഈ മാസം 19-നകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. വിലങ്ങാടും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ഉരുൾപൊട്ടൽ ബാധിച്ച കെട്ടിടങ്ങളുടെ ദ്രുതഗതിയിലുള്ള ആവാസയോഗ്യതാ പരിശോധനയ്ക്കായാണ് 4 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചത്. ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ ഓരോ വീടും മറ്റ് കെട്ടിടങ്ങളും സംഘം പരിശോധിക്കും. തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂര എന്നിവ പരിശോധിച്ച് കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ അസസ്മെന്റും നടത്തും. ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന ഉരുളൻ കല്ലുകളും ചെളിയും മണ്ണും ചേർന്ന അവശിഷ്ടം കെട്ടിടങ്ങൾക്ക് ഭീഷണിയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ദുരന്തമേഖലയിൽ ഇടിച്ചുനിരപ്പാക്കേണ്ട കെട്ടിടങ്ങളുടെ എണ്ണവും പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. ജിയോളജിസ്റ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 പേരാണ് സംഘത്തിലുണ്ടാവുക. ഈ മാസം 19-നകം പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.